ഹലോ, അസ്സലാമലൈക്കും. ഇതാ രാവിലെ എഴുന്നേറ്റ് ഞാൻ കിച്ചണിലേക്ക് കയറുകയാണ്. ഒരുപാട് ലേറ്റായി, ഒട്ടും വയ്യായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റു, ഇതാ ജനവാതിലെല്ലാം ഞാൻ തുറന്നിടുക. രാവിലെ തന്നെ ഒരുപാട് ലേറ്റായിട്ട് എഴുന്നേറ്റ്. ജിമ്മിലൊന്നും പോകുന്നില്ല കേട്ടോ, വയ്യാത്തതുകൊണ്ട്. അങ്ങനെ എഴുന്നേറ്റ് വന്നു. പിന്നെ കറിക്ക് ഞാൻ പച്ചപ്പട്ടാണി ഗ്രീൻ പീസ് പൊതിർത്തിയിട്ടുണ്ട് കേട്ടോ. തലേദിവസം പൊതിർത്തി വെച്ചതാണ്. നേര് പത്തിരി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. നേരത്തിരി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ചു. അതിൽ കുറച്ച് എന്താ പറയുക, സൺഫ്ലവർ ഓയിൽ വെക്കും ഞാൻ. ഒഴിക്കൊത്തിരി കുറച്ച് ഉപ്പും ആഡ് ചെയ്യും. ഒരു നല്ലൊരു ഇതാണ്, കുഴയ്ക്കുമ്പോൾ നല്ലൊരു സ്മൂത്താണ് സംഭവം. അത് വെച്ചു. പിന്നെ എന്താ പറയുക ഒരു വയ്യ, നല്ല മഴ കേട്ടോ പുറത്ത്. ആദ്യം വിചാരിച്ചു വീഡിയോ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചു. ആദ്യം അവിടുന്ന് ഒരു തുണിയെടുത്തപ്പോഴത്തേക്ക് എറിയാം കേട്ടോ. എന്നിട്ട് ഇതാ വെള്ളം ഇത്തിരി ഉപ്പൊന്ന് ഇളക്കി വെച്ചു. പിന്നെ ഇതാ ചായക്ക് വെള്ളം വയ്ക്കുകയാണ്. രാവിലെ ഒരു വിത്തൗട്ട് ചായ മസ്റ്റാണ്. അത് ജിമ്മിൽ പോകുന്നതിന് ശേഷം തുടങ്ങിയൊരു ശീലമാണ്. പിന്നെ ഇതാ പത്തിരിപ്പൊടി അങ്ങോട്ട് ഇട്ടോട്ട് തന്നെ ഒറ്റ കൈ കൊണ്ട് തന്നെയല്ല ചെയ്യുന്നത്. ഒട്ടും വയ്യ കേട്ടോ, അതാ സത്യം. ഇത് നല്ല കിളരാൻ വേണ്ടിയിട്ട് എന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ കിളരുക, എന്താ പറയുക എനിക്കറിയില്ല. അത് പറയുന്നത് അടിയിൽ മെൻഷൻ ചെയ്യണം എന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ. പച്ചപ്പട്ടാണിക്ക് ഒരു തക്കാളി, 2 പച്ചമുളക്, ചപ്പ്, ഉരുളക്കിഴങ്ങ്. പിന്നെ പഴം മുറിച്ച് വെച്ചു വാട്ടാൻ വേണ്ടി. ചായ തിളച്ചു, പഴം വാട്ടാൻ വിചാരിച്ചു. മോൾക്ക് ഇഷ്ടമാണ് പഴം, മോൾക്ക് പിന്നെ അതൊന്നും വേണ്ട കേട്ടോ. പഴം വാട്ടാൻ വെച്ചു. ഞാൻ ഒത്തിരി ഒരു ഓയിൽ അധികം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇത്തിരി ഓയിൽ ഇതാക്കും. അധികം ഓയിൽ ഞാൻ യൂസ് ചെയ്യൽ കുറവാണ്, കാരണം അധികം ഹെൽത്തിൻ്റെ ഒക്കെ നോക്കിയാണ്. പിന്നെ അതാ കറിക്ക് വേണ്ടി പച്ചപ്പട്ടാണി കറിയിലേക്ക് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാവരും ഉണ്ടാക്കുന്ന മാതിരി ഉരുളക്കിഴങ്ങും ചപ്പും എല്ലാം ഇട്ടിട്ട് അടിപൊളി ഒരു പച്ചപ്പട്ടാണീൻ്റെ കുറുമ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. കുറുമ നമ്മൾ തേങ്ങ അരയ്ക്കും, ഒരു മസാല, ഒരു കുറുങ്ങനൊരു മസാല. മോൾക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. മദ്രസ വിട്ട് വന്നാൽ അറിയാം. ഇതാ പഴമെല്ലാം ഇങ്ങനെ ആയത്. അനിസ്കാക്കയും ഞാനും ചായയും പഴം വാട്ടിയതും കഴിച്ചു. പത്തിരി ഇതാ ഉരുളാക്കി വെച്ചു. ഇതാ പത്തിരി അടിപൊളി നൈസ് പത്തിരി ആയി. ചൂടോടൊക്കെ പത്തിരിയായി. ഇതാ കടലക്കറി, നല്ല പച്ചപ്പട്ടാണീൻ്റെ കറി, മസാലക്കറി ഞാൻ റെഡിയാക്കി. എന്താ പറയുക, ഇന്നത്തെ അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ എല്ലാം ക്ലീൻ ചെയ്തു, എല്ലാം കഴുകി വെച്ചു. ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.